കിളിക്കല്ലെങ്കിൽ ഒരു അപകട വളവ് എന്ന് പറഞ്ഞ വളവ് ഏത് നിമിഷം ആഴ്ചയിൽ 2-3 അപകടങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ദീർഘദൂര വളവായതുകൊണ്ട് തന്നെ വളരെ ഡ്രൈവർമാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഏറ്റവും വലിയ കയറ്റമാണിത്. അതുപോലെ തന്നെ ആ കയറ്റത്തിൽ നിന്ന് കാണാത്തൊരു വളവുണ്ട്, എതിർദിശയിലേക്ക് കാണാത്തൊരു വളവുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായൊരു ഇറക്കവും ഉണ്ട്. ഇതാണ് ഇന്നലെ മറിഞ്ഞ ലോറി. അതുകൊണ്ട് തന്നെ ഈ ലോറിയിൽ 3 ദിവസമായി ഇവിടെ വഴിയരികിൽ കിടക്കുകയാണ്. ഇതാണ് നമ്മളെ വളവ്. അവിടുന്ന് വരുന്ന വണ്ടികളാണ് അധികം ഇവിടെ ആക്സിഡൻ്റ് ആണ്. ഈ ഇതൊക്കെ ഫുള്ള് വണ്ടികൾ തെറിപ്പിച്ചായിട്ട് പോണതാണ്. ഈ മതിൽ, ആ മതിൽ, ഇതൊക്കെ. പക്ഷേ ഇന്ന് ഈ ഒരു 4 ദിവസം മുമ്പ്, അതായത് ഞായറാഴ്ച വന്ന വണ്ടിയാണ് അങ്ങോട്ട് ഇടിച്ചത്. ഇതിൻ്റെ ഇവിടെ അധികാരികൾ, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇതിനൊരു നല്ലൊരു മാർഗം കാണണം തന്നെയാണ് വീണ്ടും പറയാനുള്ളത്, നാട്ടുകാരനായ എനിക്ക് പറയാനുള്ളത്. കാരണം ഈ മഴയും ഈ റോഡ് നല്ലതായതുകൂടി വണ്ടികളെ ആക്സിഡൻ്റ് ആണ് ഇവിടെ കൂടുതലാണ്. പുലർച്ചെ 3 മണിക്കാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് വീതി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ വളവ് നികത്തി വീതി കൂട്ടണമെന്നാണ് ഇവിടുത്തെ അധികാരിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഏറനാട് MLA PK ബഷീർ, അതുപോലെ തന്നെ PW എഞ്ചിനീയർ, മറ്റുള്ള അധികാരികൾ ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവിടുത്തെ ആളുകൾക്ക് ഒന്നടങ്കം പറയാനുള്ളത്. ഇത് ഇവിടുന്ന് മാറ്റാൻ ഉള്ളൊരു അവസരം ഉണ്ടാവില്ല. എന്നൊരു വെക്കുന്ന പണിയുണ്ട് ഓരോ വണ്ടിക്കും വേണ്ടി. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ അറിയോ? ഇതിന്റെ അലൈൻമെന്റ് ശരിയല്ല ഇവിടുത്തെ റോഡിന്റെ. അതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. ഏറ്റവും ഇത് പറയുന്നത് ഇത് ഇവിടെ നിരന്തരം എന്നും ഇതന്നെ ഒന്നില്ലെങ്കിൽ ഈ റോഡിന്റെ അലൈൻമെന്റ് ശരിയല്ല. ഈ റോഡ് വണ്ടി ഈ റോഡ് ഇവിടെ ലാസ്റ്റ് കൂടി ഇങ്ങോട്ട് ചെരിയണത്. അപ്പോഴാണ് അതിന് ശരിയാകുക. അലൈൻമെന്റ് റെഡിയല്ല. ഇത് തന്നെക്കാരുടെ പേരിലാണ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്. അതാണ് അപകടം ഇവിടെ വണ്ടി ചാടുന്ന വരുന്നത്. അത്ര തന്നെ പറയാനുള്ളൂ. ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് വട്ടപ്പാറ വളവ് മോഡലിലുള്ള വളവ് ഇവിടെ അരീക്കോട് കിളിക്കൽ ഇങ്ങനെ ആക്കരുത്, ഈ ഇവിടെയുള്ള അധികാരികളുടെ അനാസ്ഥ മൂലം ആക്കരുത് എന്നാണ് ഇവിടുത്തെ ആളുകൾക്ക് പറയാനുള്ളത്. വില കൊടുത്താണ് വാങ്ങിയാണ് സ്ഥലം. വളവ് നിർത്താൻ വേണ്ടി കഴിഞ്ഞതിൽ 3 ലക്ഷം റുപ്യ കൊടുത്ത് കൊടുത്താണ് സ്ഥലം വരെ ഞങ്ങൾ നാട്ടുകാർ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ശ്രീധന്യക്കാരാണ് ഇതിന്റെ ഉത്തരവാദി. ഇതിന്റെ ഫുൾ ഉത്തരവാദിത്തം ശ്രീധന്യക്കാർക്കാണ്. ഈ റോഡിന് ആക്കുന്നത് എത്ര അപകടമാണ് ഇത് നടക്കുന്നത്. ഇവിടെ 2 സെന്റ് സ്ഥലം വാങ്ങിക്കൊടുത്തതാണത്. സർക്കാരിന് അതൊന്നും വാങ്ങി കൊടുക്കാൻ കഴിയില്ല. ഇത് ഈ ആളുകൾക്ക് ചിന്തയില്ല. ഈ അത് കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്താ. ആ 2 സെന്റ് സ്ഥലം ഇവിടെ എല്ലാം ഓരോ വ്യക്തികൾ ആ വ്യക്തിയോട് വാങ്ങി കൊടുത്തതാണ്. അങ്ങനെയെങ്കിലും അപകടം കുറയട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ടും പിന്നെ അല്ലെങ്കിൽ ആ ഭാഗങ്ങൾക്ക് കൂടുതൽ എടുക്കണം. അത് സർക്കാർ ചെയ്യണം. ഇവിടെ ഈ വീടിന് പൈസ കൊടുത്താണ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോയ റോഡ്. എന്തൊരു സുഖം ഉണ്ടാവും എല്ലാവർക്കും. ഇന്ന് വണ്ടി റോഡിൽ 10 വന്നത് എത്ര വണ്ടിയാണ് പറഞ്ഞത്? കോഴി വണ്ടി, മറ്റേ സിമെന്റ് വണ്ടി. ഇതിപ്പോ പകല് 3:30 പറഞ്ഞു. പകല് ഈ ടൈമിൽ അത് പറഞ്ഞു. അതിപ്പോ ഡ്രൈവർ ഉറങ്ങിയിട്ടൊന്നല്ലോ. അത് നല്ലത്. ഇത് പകലാണ് പറഞ്ഞത്. ഈ വളവ് സീറ്റ് കിട്ടുന്നില്ല, ഈ വളവ് ഓടിച്ചിട്ട് കിട്ടുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ അതുമല്ല, പുതുതായിട്ട് വരുന്ന ഡ്രൈവർമാര് അത്ര ഇറങ്ങി വരുമ്പോ ഈ ടേണിംഗ് ഇല്ലാതെ പോലും ശ്രദ്ധിക്കുന്നില്ല. എവിടെയില്ല ഓല് വലിയ ഹൈവേ, അതായത് മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് ഒക്കെ ഓടുന്ന വണ്ടിക്കാരാ വരുന്നവിടെ അധികം ആക്സിഡന്റ് ആണ്. ഓൽക്ക് അറിയില്ലാണോ ഇത്ര ഇറക്കം ഉണ്ടാവുമ്പോ ഒരു വളവ് വരുന്നുണ്ട് എന്നുള്ളത് ഓല് ചിന്തിക്കണില്ല. അപ്പൊ പെട്ടെന്നാണ് ഈ വളവ് കാണുന്നത്. ഈ ഒരു വർഷത്തിൽ 70 ആക്സിഡന്റ് സംഭവിച്ചോ? മൊത്തം 75-80 ആക്സിഡന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് പല നിലക്കായിട്ട്. കൂടുതൽ ഇറക്കം ഇറങ്ങുന്ന വണ്ടികളല്ല ആക്സിഡന്റ് ആണ്. അതെ,
എയറിൽ വരുന്ന വണ്ടിയല്ലേ, ഫുള്ള് എയറിൽ വരുന്ന വണ്ടിയാണ്. വണ്ടികളാണ് ഈ പെട്ടെന്നാണ് നമുക്ക് ഈ വളവ് കാണുന്നത്. ഒരിക്കലും നമുക്ക് ഈ വളവ് കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ നേരെ കൊണ്ടുവന്ന് ചാർത്താലി കൊണ്ടിട്ട് എവിടെ കിട്ടുന്നത് അവിടെ. ആ നേരത്തെ ഈ വൈകുന്നേരമൊക്കെ മഴയെന്ന് പറഞ്ഞാൽ എന്തൊക്കെ അതിന്റെ കഥ. ഈ സ്കൂൾ കുട്ടികൾ, ഈ സ്കൂള്, പിന്നെ എന്താ പറയാ, സ്കൂള് വണ്ടികള്, ഒരുപാട് ആ യാത്രക്കാരുള്ള ടൈമിലാണ് ഇങ്ങനെ വണ്ടി മറിയുന്നത്. ഇവിടെയുള്ള ഈ ബന്ധപ്പെട്ട അധികാരികൾ ഏറനാട് MLA അതുപോലെ തന്നെ സാഹിബാണ്. അവരൊന്നും ഇത് സന്ദർശിച്ചില്ലേ? ഇല്ല, ഇത് മൂപ്പര് ഇതിനാണ് വരണ്ടേ, വന്നതിലല്ലേ സന്ദർശിക്കുന്നത്. ഇതിനെ വരുമ്പോഴാണ് ഇത് കാണലുണ്ടല്ലോ. ഈ ഒരു വളവ് നികത്തിയ കുറേയൊക്കെ അപകടം കുറയില്ലേ? ഈ ഒരു സൈഡത്തെ ഈ വീടിന് ഫണ്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ കൊണ്ടുവരാൻ റോഡ്. ആ വീട് സർക്കാർ എടുത്തിട്ട് വളവ് നികത്തിയാൽ കുറേ അപകടം കുറയും. അപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം രോഷത്തിലാണ്. കാരണം ഇത് മാസത്തിൽ 4-5 അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടം മാനേജ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നതാണ്. ഇതിൻ്റെ അടുത്തുള്ള പ്രദേശവാസികളെല്ലാം ആശങ്കാകുലരാണ്. ശരിക്കൊരു ഉറങ്ങാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. കാരണം ദുരന്ത കാഴ്ചകളാണ് ഇവർ എന്നും കാണുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇത് കണ്ണ് തുറന്നില്ലെങ്കിൽ നമ്മുടെ വട്ടപ്പാറ വളവ് മോഡൽ അതിനെക്കാട്ടിൽ ഗുരുതരമായ ഒരു അപകട കേന്ദ്രമാവുമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. ഒരു ആംബുലൻസ് തന്നെ പോകാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണിത്. ലോറി കയറുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനൊരു അടിയന്തര പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു വളവ് നികത്തി എത്രയും പെട്ടെന്ന് തന്നെ അപകട രഹിത റോഡാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്.